കോട്ടയം ഏറ്റുമാനൂരിൽ വീടിന് നേരെ ആക്രമണം. പുലർച്ചെ 5:15ഓടെയാണ് ഏറ്റുമാനൂർ സ്വദേശിനിയായ ഡോക്ടർ സിനി ജോർജിന്റെ വീട് ആക്രമിച്ചത്. അക്രമി വീട്ടുമുറ്റത്തേക്ക് കടന്ന ശേഷം ആദ്യം കാറിന്റെ ചില്ല് തകർത്തു. പിന്നാലെ ബഹളം വെച്ച് വീടിന്റെ ജനലുകളും വാതിലുകളും തകർക്കുകയായിരുന്നു. കത്തിക്കാൻ പോകണേ, എന്നാ കത്തിച്ചേക്കാം. ആ വണ്ണം നിങ്ങൾ തൊടാം. ബാക്കിയുള്ള നിങ്ങൾ കത്തിക്കടാ, കത്തിക്കോ. എടാ കൊണ്ടുപോടാ, ഞാൻ പറഞ്ഞ സാധനം കൊണ്ടുപോടാ. കുട്ടു കുട്ടു, എടാ ഞാൻ പറഞ്ഞ സാധനം കൊണ്ടുപോകാനാ പറഞ്ഞത്. കുട്ടു എടാ മാറി, എടാ നാറി, ഞാൻ പറഞ്ഞ സാധനം കൊണ്ടുവരാ. എടാ പുറകിൽ ആരെങ്കിലും നിപ്പണ്ടി. ഓക്കെ, പ്രതി വയനാട് സ്വദേശിയായ ജിൻസിനെ ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യലഹരിയിലാണ് ആക്രമണം നടത്തിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. കോട്ടയത്ത് നിന്ന് ശ്രീജിത്ത് ചേരുന്ന വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്തിനാണ് ഇയാൾ ആക്രമണം നടത്തിയതെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ? മാത്രമല്ല, ഈ വയനാട് സ്വദേശിയായ ജിൻസ് എങ്ങനെയാണ് ഈ ഏറ്റുമാനൂരിലെത്തിയത്? പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇത്തരം വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇയാൾ അവിടെ വന്ന് ഇറങ്ങിയ ശേഷം KSRTC സ്റ്റാൻഡിന് തൊട്ടടുത്തുള്ള വീട് തന്നെയാണ്, അവിടെ വന്ന അക്രമം നടത്തി എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ജിൻസുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് ഈ ഡോക്ടർ സിനി ജോർജ് ഉൾപ്പെടെ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. പോലീസിന്റെ അന്വേഷണത്തിലും അത്തരം വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല. ആദ്യഘട്ടത്തിൽ ഇയാളുടെ ഈ പ്രവൃത്തി കണ്ട ഇയാൾ മാനസികാസ്വാസ്ഥ്യമുള്ള ആള് എന്ന നിലയിലാണ് പോലീസ് ഇതിനെ കൈകാര്യം ചെയ്തിരുന്നത്. പക്ഷെ പിന്നീടാണ് ഇയാൾ മദ്യപിച്ചിരുന്നു എന്ന് ബോധ്യമാകുന്നത്. ഒപ്പം തന്നെ ഇയാൾ മദ്യത്തിന് അടിമയാണ്. ഇയാൾ വിദേശത്തായിരുന്നു ജോലി ചെയ്തിരുന്നത്. അതിനുശേഷം നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം ഇയാൾ ഇങ്ങനെയാണ് എന്നുള്ള വിവരം ലഭിക്കുന്നത്. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്തു വരുന്നു. ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് പുലർച്ചെ ഏതാണ്ട് 5:30 ഇയാൾ ഈ വീട്ടിലേക്ക് എത്തുന്നു. വീട് ആദ്യം പുറത്തു കിടന്ന കാറ് തല്ലിപ്പൊട്ടിക്കുന്നു. അതിനുശേഷം വീടിന്റെ ജനലും വാതിലും എല്ലാം തല്ലിപ്പൊട്ടിക്കുന്ന സാഹചര്യമാണുള്ളത്. അസഭ്യം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്, വലിയ ബഹളം വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് പോലീസ് കൺട്രോൾ റൂമിലേക്കാണ് ഈ വീട്ടുകാർ വിളിച്ചത്. വിളിച്ച ഉടൻ തന്നെ ഏതാണ്ട് 5 മിനിറ്റിനുള്ളിൽ തന്നെ ഏറ്റുമാനൂർ പോലീസ് ഇവിടെ എത്തിച്ചേർന്നു. അതിനുശേഷം ഇയാളെ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി. പിന്നീടാണ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തത്. അപ്പോഴാണ് ആദ്യം ഇയാൾ പാലക്കാട് സ്വദേശിയാണ്, ഇങ്ങനെ പല കാര്യങ്ങൾ മാറി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഒരു അന്തിമമായ വ്യക്തത പിന്നീട് വൈകാതെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴെന്തായാലും ഇയാൾ ഇവിടെ ഇറങ്ങിയ ശേഷം ഇങ്ങനെയൊരു മദ്യ ലഹരിയിൽ ഇത്തരം അക്രമങ്ങൾ നടത്തി എന്ന വിവരമാണ് ഉള്ളത്. ടോം, യെസ്, തീർച്ചയായും അങ്ങനെ എന്തായാലും ഇയാളുടെ ഒരു പശ്ചാത്തലം പരിശോധിക്കേണ്ടതാണ്. വെറും മദ്യലഹരിയിൽ മാത്രമാണോ അവിടെ എത്തിയത്? അതിനപ്പുറം ഇയാളുമായി യാതൊരു പരിചയവുമില്ലെന്നാണല്ലോ ഈ ഡോക്ടറും കുടുംബവും പറയുന്നത്. പക്ഷേ എന്തായിരിക്കാം ഈ വീട് തെരഞ്ഞെടുത്ത് ആക്രമണം നടത്തിയത്? മറ്റെവിടെയെങ്കിലും ഈ സമീപ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ ആക്രമണം നടക്കുന്ന തൊട്ട് മുൻപുള്ള സമയങ്ങളിൽ എവിടെയെങ്കിലും ആക്രമണം നടന്നതായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കാം ഈ വീടിന്റെ മുകളിൽ അക്രമം നടത്തിയത് എന്നുള്ളതൊക്കെ പോലീസിന്റെ വിശദമായ അന്വേഷണത്തിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം, അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസിന് ലഭിച്ച വിവരം, ഇയാൾ മദ്യലഹരിയിൽ ചെയ്തു എന്നത് മാത്രമാണ്. ഈ കുടുംബവുമായി യാതൊരു ബന്ധവുമില്ല, പരിചയവുമില്ല എന്നുള്ളത് കുടുംബക്കാർ മൊഴി പറയുന്നു. ഒപ്പം തന്നെ ഇയാളിൽ നിന്നും പിന്നീട് മദ്യലഹരി എന്നുള്ള വിവരമാണ് ഇയാളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് എന്നാണ് പോലീസ് പറയുന്നത്.
എന്തായാലും ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലാണ് ഇയാൾ ഉള്ളത്. ഇയാളുടെ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. മറ്റേതെങ്കിലും വീടുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള അക്രമം ഈ ദിവസങ്ങളിൽ ഇവിടെ നടത്തിയതായുള്ള വിവരവും ഇതുവരെ പോലീസ് പങ്കുവെക്കുന്നില്ല. വയനാട് ഇത്തരം സംഭവങ്ങളുണ്ടോ, ഇതെല്ലാം എന്തായാലും പരിശോധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം വയനാട് നിന്ന് ഒരാൾ ഇവിടെ എത്തി എങ്ങനെ അക്രമം നടത്തി എന്നത് തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടതാണ് സ്വാഭാവികമായിട്ടും. പക്ഷേ ഇപ്പോൾ നൽകിയ അന്വേഷണത്തിൽ അത്തരം വിവരങ്ങളിൽ പോലീസ് ചൂണ്ടിക്കാട്ടുന്നത് ഇയാൾ മദ്യലഹരിയിലാണ് എന്നുള്ളതാണ്. മാനസിക വിഭ്രാന്തി ഇയാൾക്കുണ്ട് എന്നുള്ള സൂചനകൾ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. പക്ഷെ പിന്നീട് ഇയാൾ മദ്യലഹരിയിലാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും അന്വേഷണം നടന്നു വരുന്നതേ ഉള്ളൂ. പോലീസ് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളത് വൈകാതെ അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടോം. വ്യക്തമാണ്. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.